Good afternoon, everyone. Class 7 STEAM syllabus in social science. പുതിയ ടെക്സ്റ്റ് ബുക്ക് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ മെഡീവിയൽ ഇന്ത്യ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ പേജ് നമ്പർ 9 അവസാനത്തെ ആ ഒരു പാര തൊട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. This is an obituary written by the Jesuit priest Pierre Jarrick after the death of Emperor Akbar 1605 CE. അപ്പോൾ ഇതെന്താണ്? ഇതൊരു അനുശോചന കുറിപ്പാണ്. ജെസ്യൂട്ട് പാതിരിയായ പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ ഒരു അനുശോചന കുറിപ്പാണിത്. അപ്പോൾ വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ ആദ്യം ബോക്സിൽ, നമ്മൾ ഈ കഴിഞ്ഞ പാർട്ടിൽ ബോക്സിൽ ഉള്ളത് വിശദീകരിച്ചില്ലേ, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ എബോ നോട്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? അക്ബർ ഒരു പവർഫുൾ റൂളറാണ്, അക്ബർ വളരെ ശക്തനായ ഒരു ചക്രവർത്തിയായിരുന്നു. പിന്നെ എന്താ മനസ്സിലാക്കിയത്? അക്ബർ വാസ് ലൗഡ് ബൈ ഓൾ, എല്ലാവർക്കും അക്ബറിനെ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ വീണ്ടും കാര്യങ്ങളുണ്ട്. അക്ബർ അഡ്മിനിസ്ട്രേറ്റ് ഈക്വൽ ജസ്റ്റിസ് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, അല്ലെ, എല്ലാവർക്കും തുല്യമായ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഈക്വലായിട്ട് അദ്ദേഹം കണ്ടിരുന്നു. ഇതൊക്കെ നമുക്കിതിൽ എഴുതാം. ഇനി അടുത്ത പേജ് നമ്പർ 10 ആണ്. In 1575 അക്ബർ built ഇബാദത് ഖാന in his new capital. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ എന്ത് ചെയ്തു? ഇബാദത് ഖാന പണി കഴിപ്പിച്ചു. Scholars and dignitaries of various religions used to gather here. അപ്പൊ എന്താ, വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും എല്ലാം അവിടെ ഒത്തുചേർന്നിരുന്നു. These discussions speak volumes about Akbar's policy of religious tolerance. അപ്പൊ അവിടെ എന്താണ്, അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ വളരെ ഉത്തമമായ ഉദാഹരണങ്ങളായിരുന്നു. Akbar created Din-e-Ilahi, his missionary religion, by combining the good aspects of all religions. അപ്പൊ എന്താ, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ എന്ത് ചെയ്തു? അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ-ഇ-ഇലാഹി. പീസ് ടു ഓൾ ഓർ സുൽ-ഹി-കുൽ ഈസ് ദ കോർ ഓഫ് ദിസ് വിഷൻ. അപ്പം ഈ ഒരു വിഷന്റെ കോർ എന്താണ്? എല്ലാവർക്കും സമാധാനം, അഥവാ സുൽ-ഫി-കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതലായിട്ടുള്ള, കോർ എന്ന് വെച്ചാൽ കാതലായിട്ടുള്ള കാര്യം. He aimed to clarify the idea that all visions are for the welfare of human beings. അപ്പൊ എന്ത് ചെയ്തു? എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നെക്സ്റ്റ് പേജ് നമ്പർ 11. The abolition of the religious tax called jizya proved that Akbar followed tolerance in the administrative field as well. അതായത് ജസിയ എന്ന മതനികുതി അത് നിർത്തലാക്കി. അത് എന്താണ്? ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നു എന്നതിന്റെ ഒരു തെളിവാണ്. People from all sects were treated equally in all spheres of the Mughal rule. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ് and Birbal were prominent among those who held high positions in the royal court of Emperor Akbar. അപ്പോൾ ആരൊക്കെയാണ്? രാജ ടോഡർമാൾ ഉണ്ട്, രാജ മാൻസിംഗ് ഉണ്ട്, രാജ ഭഗവൻ ദാസ് ഉണ്ട്, ബീർബൽ ഉണ്ട് എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ബ്ലൂ കളർ ബോക്സിലുള്ള കാര്യങ്ങൾ നോക്കാം. മുഗൾ സുൽത്താൻ ജഹാംഗീർ recorded in his memoir Tuzuk-i-Jahangiri that Akbar had ordered his followers, "My followers should not waste time in enmity with other religions. Let the concept of sul-hi-kul, peace to all, be applied to all belongings to other religions. Do not kill animals or take up arms except in times of war." അതായത് അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായിട്ട് ഈ മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുൽക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണിത്. എന്താണത്? തന്റെ അനുയായികൾ മറ്റ് മതവിഭാഗവുമായി ശത്രുതയിൽ വർദ്ധിച്ച് സമയം പാഴാക്കരുത്. അതെന്ന് വെച്ചാൽ ആരോടും ശത്രുതയിൽ ഇരിക്കരുത്.
ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഫിക്കുൽ, അതായത് എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിച്ചു. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. ഇതൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇനി അടുത്ത് മുഗൾ ആർമി. മുഗൾ സൈന്യത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. അതായത് മുഗൾ കാലഘട്ടത്തിലെ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെന്റ് അണ്ടർ ഹിം. അപ്പൊ എന്താ, ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. The title Mansab refers to the number of cavalry each officer is required to maintain. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് ഈ മാൻസബ് എന്ന പദവിയിലൂടെ സൂചിപ്പിക്കുന്നത്. This system was implemented as an alternative to maintain army paying directly from the state exchequer. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർസ് വെർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദർ റാങ്ക്സ്. മാൻസബ്ദാർക്ക് അവരുടെ പദവി അനുസരിച്ച് ഭൂമി പതിച്ച് നൽകിയിരുന്നു. മാൻസബ്ദാർസ് മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം. അപ്പോൾ ഇങ്ങനെ പതിച്ചു നൽകിയ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തി പോന്നിരുന്നത്. ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റിജൈം സ്ട്രോങ്ലി. അപ്പോൾ ഈ ഭരണം ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ വളരെ അത്യാവശ്യമായിരുന്നു. മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. അതായത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം തന്നെ നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മൾ 11ാമത്തെ പേജ് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്